സൗദി അറേബ്യയിലെ അബീർ മെഡിക്കൽ ഗ്രൂപ്പ് 25ാം വാർഷികം ആഘോഷിച്ചു. സേവനങ്ങളിൽ എക്സ്പ്രസ്, ലാവൻഡർ ഹെൽത്ത് എന്നിങ്ങനെ 2 കാറ്റഗറികൾ കൂടി അവതരിപ്പിക്കും. 2030 ആകുമ്പോഴേക്കും 60-ലേറെ ബ്രാഞ്ചുകളാണ് ലക്ഷ്യമിടുന്നത്. 2.5 ലക്ഷം പേർക്ക് സൗജന്യ പരിശോധന ഉൾപ്പെടെയുള്ള സഹായ പദ്ധതികൾ 25ാം വാർഷികത്തോട് അനുബന്ധിച്ച് നടപ്പാക്കും. ഗ്രൂപ്പിന്റെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് പ്രസിഡന്റ് ആലുങ്ങൽ മുഹമ്മദ് നന്ദി അറിയിച്ചു. വ്യവസായ പ്രമുഖരും നയതന്ത്ര പ്രതിനിധികളും അടങ്ങുന്ന പ്രൗഢമായ സദസ്സിലായിരുന്നു അബീർ മെഡിക്കൽ ഗ്രൂപ്പിന്റെ 25ാം വാർഷികാഘോഷം. ജിദ്ദയിലെ റിറ്റ്സ് കാർട്ടൺ ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. ഗ്രൂപ്പിന്റെ പുതിയ പദ്ധതികൾ മാനേജ്മെന്റ് പ്രതിനിധികൾ വിശദീകരിച്ചു. സ്ഥാപനത്തിന്റെ വിജയത്തിൽ സഹകരിച്ചവരോട് നന്ദി പറഞ്ഞ പ്രസിഡന്റ് ആലുങ്ങൽ മുഹമ്മദ് സേവനത്തിൽ ലാവൻഡർ, എക്സ്പ്രസ് എന്നിങ്ങനെ 2 ഇനം കാറ്റഗറികൾ കൂടി അവതരിപ്പിക്കുമെന്ന് അറിയിച്ചു. 2030 ആകുമ്പോഴേക്കും 60-ലേറെ ബ്രാഞ്ചുകളാണ് ലക്ഷ്യം. ഞങ്ങളുടെ പുതിയ മാറ്റങ്ങൾ പറഞ്ഞാൽ ഇതുവരെ അബീർ എന്ന ഒരു ബ്രാൻഡ് മാത്രമായിരുന്നു. ഇപ്പോൾ മാർക്കറ്റിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അബീർ എക്സ്പ്രസ് എന്ന് പറഞ്ഞ ഒരു പ്രൈമറി ഹെൽത്ത് കെയർ, അതേപോലെ ലാവൻഡർ ഹെൽത്ത് എന്ന് പറഞ്ഞ പ്രീമിയം സെഗ്മെന്റ്, പിന്നെ കുറേ പുതിയ ഹോസ്പിറ്റൽസിനും പ്ലാനുണ്ട്. 25ാം വാർഷികത്തോടനുബന്ധിച്ച് 2.5 ലക്ഷം പേർക്ക് സൗജന്യ പരിശോധനയുൾപ്പെടെ പല സഹായ പദ്ധതികളും ഗ്രൂപ്പ് പ്രഖ്യാപിച്ചു. 2.5 ലക്ഷം ആളുകൾക്ക് സൗജന്യ കൺസൾട്ടേഷൻ, പരിശോധന, ഫ്രീ കൺസൾട്ടേഷൻ, അതേപോലെ 250 ഡെലിവറി. ഞങ്ങൾക്കിപ്പോൾ 3 ഹോസ്പിറ്റലുണ്ട്. ഇപ്പോൾ ഒന്ന് ജിദ്ദയിൽ, ഒന്ന് മക്കത്ത്, ഒന്ന് റിയാദിൽ. ഈ ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരു സർവീസ് ആവശ്യമുള്ള, അതിന് ആർക്കാണതിൻ്റെ ആവശ്യം അത്തരം ആളുകൾക്ക് ഫ്രീ ആയിട്ട് ഡെലിവറി നടത്തി കൊടുക്കും. 250 ഡെലിവറി 25ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട്. അതേപോലെ ഞങ്ങളടുത്ത് ഇപ്പോൾ മക്കയിൽ കാത്ത് ലാബ് ഉണ്ട്, റിയാദിലും ജിദ്ദയിലും അടുത്ത് വരും. 25 കാത്ത് ലാബ് ഹാർട്ട് അറ്റാക്കായിട്ട് വരുന്ന ആർക്കെങ്കിലും അങ്ങനത്തെ ആവശ്യമുള്ള ആളുകൾക്ക്. നിലവിൽ 3000-ഓളം ജീവനക്കാരാണ് അബീർ ഗ്രൂപ്പിന് കീഴിൽ ജോലി ചെയ്യുന്നത്. 2030 ആകുമ്പോഴേക്കും അത് 12,000 ആകുമെന്നും ആലുങ്ങൽ മുഹമ്മദ് പറഞ്ഞു. ഡോക്ടർ അഹമ്മദ് ആലുങ്ങൽ, ഡോക്ടർ ജംഷിദ് അഹമ്മദ്, ഖാലിദ് അൽ മായിന, ഹംസ ദാഗിസ്ഥാനി, ഗൾഫ് ഇസ്ലാമിക് ഇൻവെസ്റ്റ്മെന്റ് CEO മുഹമ്മദ് അൽ ഹസൻ തുടങ്ങിയവർ സംസാരിച്ചു. സൗദിയുടെ പരമ്പരാഗത കലാവിരുന്നുകളും ബോളിവുഡ് നൃത്തങ്ങളും ഉണ്ടായിരുന്നു. ജലീൽ കണമംഗലം, 24 ജിദ്ദ.